തണുപ്പായിരുന്നു, ഇപ്പൊ വെയിലായി. പക്ഷെ അങ്ങനെ തണുപ്പുണ്ട്. പക്ഷെ വെയിലിൽ ചൂട് കൊണ്ട് അത്ര വലിയ എഫക്റ്റ് ചെയ്യുന്നില്ല. കാണില്ല, അത് നമ്മൾ ആരെയും കൊണ്ട് പറഞ്ഞു തരിപ്പിക്കണം. അപ്പോൾ നമ്മളിപ്പം ഫ്രഷായി ഫുഡ് കഴിച്ചു. ഊട്ടി എന്ന് പറഞ്ഞ കാര്യം നല്ല മലയാളികളാണ്, ഫുൾ ഓഫ് മലയാളീസ്. ചൂടാന്നിട്ട് ഇനി എവിടെയെങ്കിലും പോവും, അത് അവിടെ എത്തി കാണിക്കാം. എവിടെയാണെന്നും പ്ലാൻ ഇല്ല. കണ്ടോ ഗൈസ്, അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട്. ഇത് നമ്മുടെ കൂടെ ഇല്ല, ഇത് നമ്മുടെ കൂടെ ഉള്ള ആളാ. ഓക്കെ, അപ്പം ഓക്കെ. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വെച്ച് നമുക്ക് കാണാം. ബൈ. ഇത് എവിടെയാടാ? ഏതിന്റെ വില? ടീ ഫാക്ടറിന്റെ മേലേക്ക് നമ്മൾ അടുത്തോട്ടേക്ക് കയറുകയാണ്. വലിയ ക്യൂട്ട് ഞാൻ നല്ല നല്ല വീട്. അക്ഷര ബാക്കിലുണ്ട് എന്നാണ് എൻ്റെ തീരുമാനം. യെസ്, അക്ഷര ബാക്കിലുണ്ട്. മേലേക്ക് ചലിച്ചിട്ട് വീഡിയോ ഞാൻ എടുത്തു തരാം. എടാ, വീട് നല്ല അടിപൊളി വ്യൂ ഉണ്ടെടാ. ഞാൻ ഒന്ന് വ്യൂ എടുക്കട്ടെ. എല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എന്താ പ്ലാൻ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, എന്താ പ്ലാൻ ഇവിടെ വന്നിച്ചറിഞ്ഞൂടാ. ഇവിടുന്ന് അട്ടത്തോട്ട് കയറുന്നുണ്ട്. ടീ ഫാക്ടറിയിലേക്ക് കയറിയത്. അവിടെ ടീ ഫാക്ടറി എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് കയറി. ടീ ഫാക്ടറി ഞാൻ ചേച്ചി വരുന്ന നമുക്ക് അടുത്ത സ്ഥലത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കാണാം. ഇവിടെ കുറച്ച് ക്യൂ ആണ്. ഇതാണ് നമ്മുടെ ടീ ഫാക്ടറി. കുറച്ച് അതിൻ്റെ ഓരോ മണ്ടത്തരങ്ങളെല്ലാം കാണിച്ച് കിട്ടിയത് അതൊന്നും പറയണ്ട. നമ്മൾ കാണിച്ച് ഇതാണ് നമ്മുടെ ചായ ഫാക്ടറി. ഇവിടുന്നത് പാക്ക് ചെയ്യുന്നുണ്ട്. അത് ഓരോ പാക്കാക്കി
ചായയൊക്കെ കിട്ടും. ഐശ്വര്യ ഇതാണ് ചായ. ടേസ്റ്റ് ഞാൻ പറയാം. അങ്ങനെ ഫ്രീ ആയിട്ട് ചായ കിട്ടി. ചായ കുടിച്ചു. ചൂടുണ്ട്, നല്ല ടേസ്റ്റ്. സാധനങ്ങൾ ഇവിടെ നിന്നും നമുക്ക് ബൈ ചെയ്യാൻ കഴിയുന്നതാണ്. ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, വൈറ്റ് ടീ, മസാല ടീ, ജിഞ്ചർ ടീ, ലെമൺ ടീ, അങ്ങനെ കുറേ ടീ ഉണ്ട്. പക്ഷേ ഈ വൈറ്റ് ടീ എന്താണെന്ന് അറിയില്ല. എന്തായിരിക്കും വൈറ്റ് ടീ? ഇവിടെയാണ് ബ്രോക്കൺ ഓറഞ്ച്, പീക്കോ, സ്ട്രോങ് ടീ, ചോക്ലേറ്റ് ടീ, കാടമം, മസാല ടീ. ഇവിടെ കുറച്ച് വേറെ സാധനം. എന്താ ഇതൊക്കെ? യൂക്കാലിപ്സ് ഓയിൽ, അങ്ങനെ അങ്ങനെ കുറേ ഓയിൽസ്. ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, നീം ഓയിൽ, അങ്ങനെ ടീ ഫാക്ടറി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചോക്ലേറ്റ് ഫാക്ടറി. സാമ്പിളാ? ഏതാ നല്ല? നല്ല മേലത്തെ 100 ഗ്രാമിലുള്ള ഇതിനെല്ലാം നമ്മളിപ്പോ ഇത് ആൽമണ്ട്. ഇവിടെ സ്വെറ്റേഴ്സ് ഉണ്ട്. അൻസിക അല്ല അവന്തിക, യു വാണ്ട്? അത് ഉള്ളിൽ ഇന്നർ ഇട്ടിട്ടുള്ള സാധനം. കൊള്ളാം. മുമ്പോട്ടോ മുമ്പോട്ടോ. അയ്യോ സോറി, ഇങ്ങനെ തന്നെയല്ല. അങ്ങനെ തന്നെ. നോക്കാൻ പോയി ചീപ്പറായിട്ട് ചീപ്പറായിട്ടല്ല, ബസ്സാണ് പറയാൻ ചോദിച്ചേക്കാം. എവിടെയാ പോകുന്നത്? തൊട്ടാപ്പേട്ട. അതിന്റെ സംഭവം നമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൂയിസൈഡ് പോയിന്റ്. പെണ്ണുങ്ങളോട് ഇല്ല അങ്ങോട്ട് വാഴയോട്ട് ചോദിച്ച് അവിടെ എന്താ കണ്ടത് പോയിട്ട് വേറെ സ്ഥലം പോയി പറഞ്ഞു. അപ്പോൾ അത് കഴിച്ചൊക്കെ മനസ്സിലാക്കുന്ന പേര് പറഞ്ഞു. നെക്സ്റ്റ് ബസ് കയറാൻ വേണ്ടി പോകാം. ഇതാണ് ബസ് ഗൈസ്. നല്ല ബസ്. ഇതല്ല ഗൈസ് ബസ്.
ഇതല്ലേ ഗൈസ് കയറാൻ കണ്ടില്ല. നമ്മളിത് അവിടേക്കാ പോകും. അവിടെയാണ് പോകുന്ന ഗൈസ്. അവിടെ 27 ആൾക്കാർ. 27 ആൾക്കാർ ഒരുമാതിരി എന്താ പറയാ ലോറി ജീപ്പ്. ആ ശ്വാസം കിട്ടുന്നില്ല. ജീപ്പിൽ കയറി ഇരിക്കുകയാണ് അവസ്ഥ. പുറത്തായി പോയി പുറത്തായി പോയി. ശ്വാസം വരെ കിട്ടുന്നില്ല ഈ ട്രക്കിന്. ആ ബാക്കി അങ്ങ് എത്തിക്കഴിഞ്ഞാല് ഒന്നു കേറുകയാണ്. ചിക്കിന്റെ അവസ്ഥ ഐ ആം കോൾ. മുട്ടയിപ്പോ ചത്ത്. വണ്ടി കഴുകലില്ല. വീടിന്ന് കൊറേ നേരം തുഴഞ്ഞ് കളിക്കുന്നു. അങ്ങോട്ടേക്ക് എത്തുന്നില്ല മാത്രം. ഈ വണ്ടി ചെറുതാണ് സംഭവം. നമ്മള് കുത്തി കേറ്റുകയാണ്. അടി അടി അത് ഓന്റെ ഭാഷയിൽ നിന്ന് പറഞ്ഞിരുന്നു. ഇതാ ഇവിടെ എന്തെല്ലോ ഉണ്ട്. ബൈ. ചിക്കി മടിയെന്ന് പോ. ഇത് എന്തുവാ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തുവാ? ക്രോസ് ചെയ്യാൻ പറ്റുമോ? യെസ്. വാവ്. ജസ്റ്റ് വാവ്. Oh God. ഫോട്ടോ ഇതൊക്കെ ഉണ്ട്. ആദ്യത്തെ നമ്മൾ മാത്രമായിരുന്നു ഫോട്ടോ എടുക്കുന്നത്. ആ അത് മാത്രമല്ല ഇവിടെ ഞാൻ കൊട്ടക്കണക്കിന് ആൾക്കാരുണ്ട്. നോക്കിയാൽ അടുത്ത് കയറി ഫോട്ടോസ് എവിടെയാണെന്ന് പറഞ്ഞൂടാ. പക്ഷെ മൊത്തത്തിലൊരു മഞ്ഞ അടിക്കുന്നു അന്ന. ആ എങ്ങോട്ടാ പോന്നെ? സൂയിസൈഡ് പോയിന്റ്. ഓക്കെ. സൂയിസൈഡിന് ഞാൻ അൻഷീനെ ഉണ്ടിട്ട. ഞാൻ അക്ഷരനെ ഉണ്ടിട്ടിട്ടേ വരൂ. ഇവിടെ നല്ല നല്ല മണം വരും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രീറ്റ് ഫുഡൊക്കെ ഇതാക്കൂലേ, അതൊക്കെ എൻ്റെ ഒക്കെ ഒരു വേറൊരു വേർഷൻ വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ട്.
അതാണ് നല്ല രസമുണ്ട്. മണമെല്ലാം അടിപൊളിയാണ്. നല്ല ഫിൽറ്റർ നോക്കട്ടെ, അറിയില്ല. മുന്നിലാണെന്ന് നിങ്ങൾ പോകുന്നോണ്ടോ നമ്മൾ പോയത്? അന്തവും കുന്തയില്ലാണ്ട് നമ്മൾ നടന്നിരിക്കാണ്. വഴികളിലൂടെ പോകും. Oh my God. നല്ല അക്ഷര ബാക്കിലില്ലേ? ചവറ് പോലെയുണ്ട്. ഈ വഴിയിലൂട്ടിനല്ലേ മടങ്ങുക എന്നുള്ളതല്ലേ ഉദ്ദേശിച്ചത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശിവർളം കൂടി വേറെ എന്തെല്ലോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വേറെ അവിടെ പോയി വേറെ ഫുൾ ഓഫ് ഫ്രഷ്. എല്ലാവരും കാല് ധരിക്കാനാണ്. ഈടാ നല്ല ഫുഡ് കിട്ടുന്നു. ഫുഡ് വിശക്കുന്നുണ്ട്. നല്ല രീതിയിൽ വിശക്കുന്നു എല്ലാവർക്കും. നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് എന്തെന്നേലും ക്വിക്ക് ബൈറ്റ്സ്. ഞാൻ മാത്രം വിചാരിച്ചു ഫുഡ് വാങ്ങിക്കണം എന്ന് നമ്മൾ പറഞ്ഞ നമ്മൾ കഴിച്ചിട്ടാ. യെസ്, നമ്മൾ ടെലിസ്കോപ്പിക് വ്യൂ കാണാൻ പോവാം. അന്നെ ഇനി തിരിച്ചു വരുമ്പോൾ കഴിച്ചതാ. God. Wow, nice view. പറ അതിന് നമ്മൾ നിൽക്കുന്ന എത്ര ഇതാ ചിക്കി? 8400 എത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈയസ്റ്റ് ഇതാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ വ്യൂ, അപ്പൊ അത്രയും വലുതിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഇത്. ഈ ഊട്ടി മുഴുവൻ കാണാൻ പറ്റുന്നാണ് പറയുന്നത്. മോട്ടോർ സൈഡിൽ വെച്ച് കണ്ട നോക്കിയിട്ടുണ്ടാവായിരിക്കും. ഇന്ത്യ മൊത്തം കുറച്ച് അത്ഭുതമായിരുന്നു. യെസ്, വരും. ബജ്ജി എനിക്ക് പറ്റും. എന്തേലും എന്നുള്ള ഫുഡ് കണ്ടപ്പോ കണ്ട അച്ഛ എന്നാ അമ്മ വാ. രണ്ടും 4 ഉദ്ദേശിച്ചു. ബജ്ജി വാങ്ങിച്ചത് മായാണ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞു ആദ്യം ബില്ല് കിട്ടണം. ചെറാണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് ഐസ്ക്രീം ഒരു ചാനലുണ്ട് എന്ന് വെച്ച് 24/7 വീഡിയോ എടുക്കലാണോ?
ഞാൻ ഇവരുടെ 76th ഫോളോവർ. പക്ഷെ ഞാനല്ല ഫോളോ ചെയ്തത്, ഇവർ തന്നെ ഫോളോ ചെയ്തത് എൻ്റെ അക്കൗണ്ട്. ഓഹോ യാ രാത്രി ഇടാൻ ശരിയില്ലേ? താങ്ക്സ് ഗൈസ്. യെസ്, ബാക്കിൽ രണ്ട് ഇഡിയറ്റ്. ഹായ് ബൈ, പിടിച്ചോ. എല്ലാവർക്ക് കച്ചവടം കിട്ടും അല്ലേ? ആന്നെ വ്ളോഗ് എന്നല്ല പറയുന്നത്. നാളെ ആൾ കേക്കട്ടെ അഗ്ലി ഫേസസ്. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ നമ്മളെ. വേറെ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ്. അതെ അതെ. നോക്കിയില്ല, ഞാനും നോക്കിയിട്ട് എന്റെ മോനെ ഞാൻ വെച്ച് ജീവിതം തീർന്നു. അക്ഷരം ഒന്ന് പിടിക്കുവാ. This is the suicide point. Let's go. പക്ഷെ ഇവിടെ സൂയിസൈഡ് പോയിന്റ് എന്ന് പറയാൻ വലിയതൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പുറത്തെ ഭാഗത്താണത്. ഓക്കെ, this is the suicide point. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതാണ്. നമ്മളങ്ങനെ വ്യൂ പോയിന്റെല്ലാം കണ്ടു. ഇതാ തിരിച്ച് നടക്കുക. ഇനി ഫുഡ് കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഫുഡ് കഴിക്കണം. അല്ല, അതിനിടയിൽ മറ്റേ ഇതില്ലേ, എന്തോ വ്യൂവും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, അപ്പോൾ അതും കൂടി കഴിഞ്ഞ് എന്നിട്ട് ഓക്കെ. അങ്ങനെ തിരിച്ചു പോവുകയാണ് ഗൈസ്. നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാനിവരെ പിടിക്കില്ല. ഇത് കണ്ടാണ് അപ്പഴും കൂടി അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. നമ്മൾ ആടെ പോയിട്ട് നോക്കുമ്പോഴേക്ക് എല്ലാ സാധനവും മേടിക്കുന്നതിന് ആദ്യം ബില്ല് വേണം. എന്നിട്ട് വേണം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അത് കഷ്ടം. അത് നമുക്ക് ഇഷ്ടമില്ല. അതെ, അതുകൊണ്ട് നമ്മൾ പിന്നെ നടന്നു പിന്നെ അധികമായിട്ടും തിന്നിട്ടില്ല. ഫ്രഞ്ച് ഫ്രൈസും പിന്നെന്തൊക്കെയാണ് കഴിച്ചത്? മുളക് ബജി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിച്ചത്. ഫ്രൂട്ടി സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്. ഇനി വേണം ഹെവി ആയിട്ട് കഴിക്കും. ഫുഡ് കഴിച്ചു. ഞാൻ ബിരിയാണി കഴിച്ചു. ബിരിയാണി സാധാരണ ചോറ്. നമ്മളാ കുന്നിന്റെ മുകളിൽ പോയിട്ട് തളർന്നുപോയി. അപ്പൊ നമ്മളാണെങ്കിൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. സത്യം ഞാൻ കുറച്ച് ഉറങ്ങിയില്ല. അത് ഇവളെ ഉറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മര്യാദക്ക് ഉറങ്ങിയില്ല. അപ്പോൾ എന്താ പറയാ, ബസ്സിൽ കയറി ഇരുന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ എനിക്കൊന്ന് അരമണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ എന്താ പറയാ, ഫ്രഷ് ആവാൻ അതേ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. രാവിലെ ഉണ്ടായ അതേ സ്ഥലത്ത്. ഇനി ഇവിടുന്ന് ഇനി എങ്ങോട്ടാ പോകുന്നത്? ഇവിടുന്ന് ഇനി കംപ്ലീറ്റ്ലി പോകണം.
ഇവിടെ തിരിച്ചു ഇനി ഇങ്ങോട്ടേക്കില്ല, ഇനി ഇവിടുന്ന് പോകും. ഇങ്ങോട്ടേക്കാതൊന്നും അറിയില്ല. ഇത് ഏതെങ്കിലും റിസോർട്ട് റോയൽ സാൻഡ്സ്. നല്ല സദ്യ, ഐ മീൻ സാദാ ചോറൊക്കെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാൽ ഫുഡ് അടിപൊളിയാ, ബാത്റൂം അടിപൊളിയാ, മൊത്തത്തിൽ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ റൂം ക്ലീനില്ല, കുറച്ച് കുഴപ്പമുണ്ട്. അതിപ്പോ നമ്മളെ റൂം മാത്രമാണെന്ന് പറഞ്ഞൂടാ. റൂം മാത്രം പോരാ. നമ്മളിതാ ഇപ്പം ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. ഇവിടെയാണുള്ളത്. എന്താ ചെയ്യണ്ടേ? ഇപ്പം നടന്നുകൊണ്ടിരിക്കാം. കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല ഒന്നും. ഇങ്ങനെ നടക്കുന്നു. കേൾക്കുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. നമ്മളിതെല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, കുറച്ച് ഉറങ്ങി, കുറച്ച് ടയേർഡായി. ആ, ഫുഡൊക്കെ കഴിച്ച് പറഞ്ഞതാ. അപ്പം അങ്ങനെ തന്നെ. അപ്പം അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം ബാക്കി. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പം റഷാണ്, ഓട്ടോവും ബസ്സും എല്ലാം ഉണ്ട് മുമ്പിൽ. അപ്പം ഓക്കെ, ബൈ. അതിലായി പോയി. ഞാൻ കണ്ടു. ഗാർഡൻ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. കാണുന്നില്ല. ഈ വീട് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഏതെങ്കിലും ഫിലിമില്? അൻഷികയുടെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കുന്നത്. അതെ, അൻഷികൊക്കെ എപ്പം ഫോട്ടോ എടുക്കുമ്പോൾ തല തിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഒരുമാതിരി തലക്കെന്തോ പറ്റിയതുപോലെ, അല്ലെങ്കിൽ തലമുടി എങ്ങനെയും കാക്കുന്ന പോലെ. ഓൾവേസ് ഏത് പോസ്റ്റ് എടുത്താലും അങ്ങനെ തന്നെ. അതന്നെ പറഞ്ഞ, ഏത് പോസാണെങ്കിലും ഇങ്ങനെ കയ്യിലാണ് ഇങ്ങനെ വെച്ചത്. ആ, തല തിരിച്ച് വെച്ചിട്ടുള്ളത്. പറ, ഈ ഇതെവിടെയും കണ്ടിട്ടുണ്ടോ? കൊറേ ആൾക്കാരുണ്ട്. ഇപ്പൊ ആകാശം നോക്കുന്നു. ഇവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇറങ്ങിയിരിക്കുന്നു. ഇറങ്ങി കഴിഞ്ഞു. നല്ല ഫ്ലവർ, അത് കുറെ കാലം നിൽക്കും. കുറെ ക്രാഫ്റ്റ് സാധനങ്ങളും ഉണ്ടല്ലോ. നല്ല ഫ്ലവർ അല്ലേ? അപ്പുറം ഡാൻസ് ഉണ്ടാവും.
ഞാനെന്താ കാണുന്നത്? എന്നെന്നാ വെറും തിരുമാത്രമായി വേറെ ഡാൻസ്. ഹലോ, അവന്തി ഇതാ ഞങ്ങള് എന്താ ഗാർഡനിൽ പോയി, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി. അത് കഴിഞ്ഞ് എന്നാ നേരെ എന്ത് ചെയ്തു, ക്യാമ്പ് ഫയർ പോയി. അതിന്റെ വീഡിയോ ഉണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. നമ്മള് ഫുഡ് കഴിച്ച് പൊറോട്ടയും ചിക്കൻ കറി, നല്ല എരിവുള്ള കുരുമുളക്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ല. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് റൂമിലേക്ക്. ഞാൻ പറഞ്ഞ ഊട്ടിയിൽ ട്രിപ്പ് പോകുന്നുള്ളവർക്ക് ലൈക്ക് ഒരു ഇത് പറയാം. ഇവിടെ 11 മണി തൊട്ട് വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്ക് വേർത്തൊലിച്ച് തളരൂല, നല്ല തണുപ്പുണ്ടാവും. അങ്ങനത്തെ ഒരു വെയിൽ, കാറ്റിന് നല്ല തണുപ്പുണ്ടാവും, ചൂടും. അതെ. പിന്നെ ഒരു 6 മണി കഴിഞ്ഞ ശേഷം നല്ല തണുപ്പാണ്. വിറക്കും. എനിക്കിതാ തണുപ്പ് പിടിക്കുന്നത്. ചിലപ്പോ ഇത്ര കാലം നല്ല ചൂട്ടൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് മാറിയതിന്റെ ആയിരിക്കും ആഫ്റ്റർ എഫക്ട്. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇത് റൂമിൽ വന്ന് ഇനിയിപ്പം ഡ്രസ് ചേഞ്ച് ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുത്ത് കിടന്ന് ഉറങ്ങി. നാളെ സെക്കൻഡ് ഡേ ആൻഡ് ലാസ്റ്റ് ഡേ ഓഫ് അവർ ട്രിപ്പ്. അതും കൂടി കഴിഞ്ഞാൽ ഇതാക്കുക. ഈട സംഭവം നമ്മള് അഗെയിൻ നമ്മള് പുതിയ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒന്ന് മൊത്തത്തിൽ ഞാൻ ചുറ്റി കാണിച്ചു തരാം. ചെറിയൊരു സെറ്റപ്പ്. 1 നൈറ്റ്. ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എന്ത് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇവിടെ കിടക്കുന്ന അടിയാണ്. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.